ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷൂസ് പി എസ് സി വേർഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേരള ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. അറൈവൽ ഓഫ് യൂറോപ്യൻസും കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസും. കേരള ഹിസ്റ്ററിയിലെ വളരെ കുറച്ച് ഭാഗങ്ങളെ SCERT ചാപ്റ്റേഴ്സിലുള്ളൂ. അത് നമുക്ക് പഠിച്ച് ഇതിൻ്റെ ബാലൻസ് ആയിട്ട് വേണം നമുക്ക് ഈ ശ്രീധരമേനോൻ്റെ ബുക്ക് കേരള ചരിത്രം എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നതിൻ്റെ ഡബിൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒരു കഥ പോലെ വാരി വലിച്ചെഴുതിയ പോലുള്ള ഒരു ബുക്കാണ്. നമുക്കിത് കഴിഞ്ഞ് ആ ഒരു ചാപ്റ്ററും ആ ഒരു ബുക്കും കൂടി എടുത്തു തരാം. ആ ബുക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സോർട്ട് ചെയ്ത് വേണം പഠിക്കാൻ. കംപ്ലീറ്റ് ആയിട്ട് അരച്ചു കലക്കി പഠിക്കാനൊന്നും പറ്റില്ല. എന്നാൽ പിന്നെ അതിനേ സമയം ഉണ്ടാവുള്ളൂ. അത് നമുക്കൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. അതൊരു സീരീസ് ആയിട്ട് തന്നെ ചെയ്യാം. കേരള ചരിത്രം ശ്രീധരമേനോൻ്റെ ബുക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സീരീസ് ആയിട്ട് ചെയ്യാം. ഇത് വളരെ കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. ആ ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കിപ്പോകാം. ഇന്ന് തുടങ്ങുകയാണ്. ആദ്യം തുടങ്ങുന്നത് 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഇവിടെ കുരുമുളകിനെ കുറിച്ച് പറയുന്നുണ്ട്. കുരുമുളകിന്റെ ഒരു കഥ. കറുത്ത പൊന്നെന്ന് വിളിക്കുന്നത് എന്താണ്? കുരുമുളകാണ്. കറുത്ത പൊന്നെന്ന് വിളിക്കുന്നത് കുരുമുളകാണ്. ഈ യൂറോപ്യൻസിന് കുരുമുളക് അല്ലെങ്കിൽ അതുപോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ആവശ്യമായി വരുന്ന എന്തുകൊണ്ടാണെന്നറിയും? അവർ ഇന്ത്യയിൽ നിന്നും അതുപോലെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കടത്തിയിട്ടുള്ളത് സുഗന്ധ വ്യഞ്ജനങ്ങളാണ്. അതെന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ രീതി അനുസരിച്ച്, അവിടെ ശൈത്യകാലമല്ലേ, അപ്പൊ ആ കാലത്ത് ഭക്ഷ്യക്ഷാമം നേരിടും. അവര് ഭക്ഷണമൊക്കെ കന്നുകാലികളെയൊക്കെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചു വെക്കുക ചെയ്യാം. അങ്ങനെ ഇറച്ചിയാക്കി വെക്കുമ്പോൾ ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കേടുവന്നു പോകും. അങ്ങനെ കേട് വരാതിരിക്കാൻ വേണ്ടി അതിലൊരു ചേർക്കുന്നതാണ് കുരുമുളക്. അപ്പൊ അവർക്ക് കുരുമുളക് വളരെ അത്യാവശ്യമായി വന്നു. അവരുടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ കേടുവരാതിരിക്കാൻ കുരുമുളക് അതുപോലെ മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ആവശ്യമായി വന്നു. അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ ഈ ഒരു സുഗന്ധ വ്യഞ്ജനങ്ങൾ കച്ചവടത്തിലേക്ക് എത്തുന്നത്. നമ്മള് പണ്ട് തൊട്ടേ കച്ചവടം ഉണ്ടായിരുന്നു. ആ കച്ചവടം എങ്ങനെ ഇല്ലാണ്ടാവണം? തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് ഏഷ്യയും യൂറോപ്പുമായുള്ള കച്ചവടം നടന്നിരുന്നത്. കരമാർഗമുള്ള കച്ചവടം. ആ കച്ചവടം ഇല്ലാണ്ടായത് എങ്ങനെയാ? കോൺസ്റ്റാന്റിനോപ്പിള് തുർക്കികളെ കീഴടക്കുകയാണ്. അപ്പൊ ആ ഒരു വഴി അവിടെ അടങ്ങി. പിന്നെ ഇന്ത്യയിലേക്ക് ഒരു കടൽ മാർഗം വാണിജ്യപാത കണ്ടെത്താനായിട്ടാണ് ശ്രമം നടക്കുന്നത്. അങ്ങനെ ഒരു വാണിജ്യപാത കണ്ടെത്തുന്നു. അതിലൂടെയാണ് ആരൊക്കെ എത്തുന്നത്? പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര് ഒക്കെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്ന യൂറോപ്യൻസ് പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് വരുന്നത്. ഏറ്റവും അവസാനം പോകുന്നവരാണ് പോർച്ചുഗീസുകാർ തന്നെയാണ്. ഏത് വർഷമാണ് അവർ വരുന്നത്? 1498 മെയ് 20-നാണ് ആരെത്തുന്നത്? വാസ്കോഡ് ഗാമ കേരളത്തിലെത്തുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെത്തുന്നത്. എവിടെയാ എത്തുന്നത്? കോഴിക്കോട് കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തുന്നത്. കോഴിക്കോട് കാപ്പാട്. ഗാമ വന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഭാഗത്ത് പറയുന്നത്. കോഴിക്കോട് അന്ന് ഭരിച്ചിരുന്നത് സാമൂതിരിമാരാണ്. കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിമാരാണ്. അവര് ഗാമയ്ക്ക് കച്ചവടത്തിനുള്ള സൗകര്യങ്ങളൊന്നും കൊടുത്തില്ല. അപ്പൊ ആദ്യം തന്നെ ഒടക്കാണ്. ആരുമായിട്ട്? പോർച്ചുഗീസുകാരായിട്ട് സാമൂതിരി ഒടക്കാണ്. അപ്പൊ കച്ചവടം സൗകര്യങ്ങളൊന്നും നൽകിയില്ല. പിന്നെ അവിടെ എത്തി കണ്ണൂരിലേക്ക് പോയി. കണ്ണൂര് ഉള്ള രാജാക്കന്മാര് സപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് എതിർത്തപ്പോ കണ്ണൂര് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഇവിടുന്ന് വിഭവങ്ങളൊക്കെ ശേഖരിച്ച് ഗാമ തിരിച്ചു പോവാണ്. ഗാമയെ തുടർന്ന് അൽമേഡ വരുന്നു, അൽബുക്കർക്ക് വരുന്നു. ഇവരൊക്കെ ഇവിടെ കച്ചവടത്തിനായിട്ട് തന്നെയാണ് വരുന്നത്. വൈസ്രോയിമാരൊക്കെ ആയിട്ടാണ് അവർ എത്തുന്നത്. ഇവരുടെ കേന്ദ്രം ഗോവ, ദാമൻ, ദിയു എന്നിവിടങ്ങളിലേക്കാണ്. പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ, ദിയു ആണ്. അപ്പൊ കേരളത്തില് അധികം
നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി അവർ ഗോവ, ദാമൻ, ദിയു എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അവരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ മാറ്റുകയാണ്. കോഴിക്കോട് ഇവിടെ ശക്തമായി എതിർത്തിരുന്നു സാമൂതിരിമാര് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ വലിയ ഇതില്ലാണ്ട് അവർ നിൽക്കുകയാണ്. ഇനി തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. തൃശ്ശൂരിലെ കോട്ടപ്പുറം കോട്ടയും ആരെ പണിത്? പോർച്ചുഗീസുകാരാണ്. ചേർച്ച് നോക്കാം നമുക്ക്. കോട്ടപ്പുറം എന്ന് കട്ടപ്പുറം എന്ന് പറഞ്ഞാലോ, കട്ടപ്പുറം നമ്മൾ വണ്ടികളൊക്കെ കട്ടപ്പുറത്തായി എവിടെ പാർക്ക് ചെയ്യുക? പോർച്ചിൽ കൊണ്ടുപോയി വെക്കും. ഏതെങ്കിലും ഒരു കാർ പോർച്ചോ എന്തെങ്കിലും പോർച്ചിൽ വെക്കും. അപ്പോൾ പോർച്ചുഗീസുകാര് കോട്ടപ്പുറം കട്ടപ്പുറം പോർച്ച് എന്നൊക്കെ ഓർത്താ കോട്ടപ്പുറം പോർച്ചുഗീസുകാര്. ചുമ്മാ ഒരു കോഡ് പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട ആരാണ് പണിതത്? പോർച്ചുഗീസുകാരാണ്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട. ഈ പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്ന പേര് നമ്മൾ വിളിച്ചിരുന്നത് പോർച്ചുഗീസുകാരെന്ന് നമുക്ക് പറയാൻ അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ എന്താ പറയാ? പറങ്കികൾ എന്നാ വിളിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്നാ വിളിച്ചിരുന്നത്. അതുപോലെ പൈനാപ്പിള്, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില ഇതുപോലുള്ള കാർഷിക വിളകളൊക്കെ നമുക്കിവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. എന്തൊക്കെയാണ്? പൈനാപ്പിള്, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. അച്ചടി യന്ത്രം അതുപോലെ ചവിട്ട് നാടകം ഈ രണ്ടും പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷനാണ്. അച്ചടി യന്ത്രവും ചവിട്ട് നാടകം നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുമ്പ് അറിയാവുന്നതാണ്. അച്ചടി യന്ത്രം പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. അതുപോലെ ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കിയാ, ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാ? പോർച്ചുഗീസുകാർ മാത്രമല്ല മറ്റു യൂറോപ്യൻ ശക്തികളും ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ മറ്റു യൂറോപ്യൻ ശക്തികളുമായിട്ട് മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. അതുപോലെ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകളെ നേരിടേണ്ടി വന്നു. ആ പ്രാദേശികമായ ചെറുത്തുനിൽപ്പ് എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിമരക്കാരാണ്. കുഞ്ഞാലിമരക്കാന്മാരെ ശക്തമായ എതിർപ്പ് അവർക്ക് നേരിടേണ്ടി വന്നു. മലബാർ തീരം കേന്ദ്രീകരിച്ചാണ് കുഞ്ഞാലിമരക്കാന്മാര് പോർച്ചുഗീസുകാരായിട്ട് യുദ്ധം നടത്തിയിരുന്നു. ആരാണ് ഈ കുഞ്ഞാലിമരക്കാന്മാര്? സാമൂതിരിയുടെ നാവിക പടത്തലവനായിരുന്നു കുഞ്ഞാലിമരക്കാമൻ. ഇത് ഒരാളല്ല, തലമുറകളായിട്ട് അവരൊരു നാവിക പടത്തലവന്മാരായിരുന്നു. ഒരാൾ അങ്ങനെ മാറി മാറി വരുന്ന ഒരു സ്ഥാനം പോലെയായിരുന്നു കുഞ്ഞാലിമരക്കാന്മാർ. ഇവര് സാമൂതിരിയുടെ നാവികപ്പടയാണ്. സാമൂതിരി ആദ്യം എതിർത്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു എതിർപ്പില് സാമൂതിരിയുടെ കൂടെ കട്ടയ്ക്ക് നിന്നിരുന്ന കുഞ്ഞാലിമരക്കാന്മാരാണ്. അപ്പൊ പോർച്ചുഗീസുകാരുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങളും അതുപോലെ യുദ്ധങ്ങളൊക്കെ നടത്തിയിരുന്ന കുഞ്ഞാലിമരക്കാന്മാരാണ്. കുഞ്ഞാലിമരക്ക സിനിമയിലുണ്ട് കുറെ ഭാഗങ്ങള്. പക്ഷെ അവസാനം നമ്മുടെ സാമൂതിരി കുഞ്ഞാലിമരക്കാന്മാരെയൊക്കെ ഒറ്റിക്കൊടുക്കുകയാണ്. കുഞ്ഞാലി നാലാമനെ വധശിക്ഷയ്ക്ക് വിധിച്ച് ഗോവയിൽ വെച്ച് വധിച്ചു എന്നൊക്കെയുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, മുമ്പ് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ സിനിമ കണ്ടാലെങ്കിലും അറിയാം. അതെല്ലാം ശ്രീധരമേനോന്റെ ബുക്കിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാട്ടോ അതൊക്കെ. ഇപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഓരോന്നും കുറച്ചായിട്ടേ ഉള്ളൂ, അത് പഠിക്കാം. അപ്പോൾ നമ്മൾ കുഞ്ഞാലിമരക്കാന്മാരുടെ ആ ഒരു സ്ട്രെങ്ത്, അവരൊരു യുദ്ധമൊക്കെ കാരണം പോർച്ചുഗീസുകാർക്ക് കേരളത്തിൽ അങ്ങനെ അധികം നിൽക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ വന്നതാണ് കച്ചവടത്തിനെത്തുന്നതാണ് ഡച്ചുകാർ. പിന്നെ ആരാണ്? ഡച്ചുകാരാണ് വരുന്നത്. പോർച്ചുഗീസുകാർ വരുന്നു, പിന്നെ ഡച്ചുകാർ വരുന്നു. പോർച്ചുഗീസുകാരുടെ കേന്ദ്രം എവിടേക്കായിരുന്നു? ഗോവ, ദാമൻ, ദിയു ഒക്കെയാണ്. അപ്പൊ കേരളത്തിലധികം നിലനിൽപ്പ് ഉണ്ടായിട്ടില്ല. പോർച്ചുഗീസുകാർ കേരളത്തിലധികം നിലനിന്നിട്ടില്ല. അവരുടെ വാണിജ്യ കേന്ദ്രങ്ങളൊക്കെ നിലനിന്നിട്ടില്ല. പക്ഷെ അവര് കേരളം വിട്ടുപോയത്, അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുപോയത് 1965 അത് അത്രയും വർഷം അവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമാണ് ഡച്ചുകാർ. അവരുടെ കേന്ദ്രം ഏതൊക്കെയാ? കൊച്ചിയും കൊല്ലവുമാണ്. ഡച്ചുകാര്
കൊച്ചി, കൊല്ലം. പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയും കൊല്ലമാണ്. ഓക്കെ. ഇനി നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻഡീഡ് ആണ്. വാൻഡീഡ് ഡച്ചുകാരനാണ്. വാൻഡീഡ് ഡച്ച് ഗവർണറായിരുന്നു വാൻഡീഡ്. മലയാളിയായ ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. ഓക്കെ. അപ്പോൾ ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ബുക്ക് ആരുടെയാണ്? വാൻഡീഡിൻ്റെയാണ്. ഇതാണ് ആ ബുക്ക്. വാൻഡീഡ് തയ്യാറാക്കിയതാണ്. നമ്മുടെ കേരളത്തിലുള്ള ഔഷധ സസ്യങ്ങളെ കുറിച്ചും ഒക്കെയുള്ള വിശദമായിട്ടുള്ളൊരു ബുക്കാണിത്. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുമായി ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായിട്ട് ഡച്ചുകാർക്ക് യുദ്ധം വേണ്ടി വന്നു. ഓക്കെ. അപ്പോൾ സാമൂതിരിയുമായിട്ട് യുദ്ധം നടത്തിയത് പോർച്ചുഗീസുകാരും തിരുവിതാംകൂറിലെ രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മയുമായിട്ട് യുദ്ധം നടത്തിയത് ഡച്ചുകാരുമാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മ ഡച്ച് യുദ്ധത്തില് 1741 കുളച്ചിലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എന്താന്ന് വെച്ചാൽ ഒരു യൂറോപ്യൻ ശക്തി ഒരു സാധാ നാട്ടുരാജാവിന്റെ മുന്നിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു രാജാവിന്റെ മുന്നിലൊക്കെ തോൽക്കുന്നത്, ഒരു യൂറോപ്യൻ ശക്തി ഇങ്ങനെ തോൽക്കുന്നത് ആദ്യമാണ്. അങ്ങനെയാണ് ഡച്ചുകാർക്ക് കേരളം വിടേണ്ടി വന്നത്. ഏത് വർഷമാണ്? 1741 കുളച്ചലിൽ നടന്ന യുദ്ധം. അത് കുളച്ചൽ യുദ്ധം എന്നറിയപ്പെടുന്നു. 1741 കുളച്ചൽ യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയായിട്ട്. ഇപ്പൊ മാർത്താണ്ഡവർമ്മ വളരെ ശക്തനാണ്. ഡച്ചുകാരെ, ഒരു വിദേശ ശക്തിയെ തോൽപ്പിക്കുന്ന ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു കേരള അല്ലെങ്കിൽ ഒരു നാട്ടുരാജാവ് ആണ് മാർത്താണ്ഡവർമ്മ. അത്രയും ഇമ്പോർട്ടൻ്റ് ഈ ഒരു ഭാഗത്തുണ്ട്. ഒരു വിദേശ ശക്തി നമുക്ക് മുന്നിൽ പരാജയപ്പെടാണ്. ഈ ഡച്ചുകാരെ ലന്തക്കാർ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ. പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്നും ഡച്ചുകാരെ ലന്തക്കാർ എന്നുമാണ് വിളിച്ചിരുന്നത്. അതുപോലെ പോർച്ചുഗീസുകാരുടെ കേന്ദ്രങ്ങൾ എന്തൊക്കെയാ? ഗോവയാണ്, ദാമൻ ദിയു ഒക്കെയാണ് പോർച്ചുഗീസ് കേന്ദ്രങ്ങള്. ഇവിടെ ഡച്ചുകാരുടെ കേന്ദ്രങ്ങള് കൊച്ചിയും കണ്ണൂരുമാണ്. കൊച്ചി, കണ്ണൂര്. ഇനി ഇംഗ്ലീഷുകാരുടെ വരവാണ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താനായിട്ടാണ് 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രമാണ് ഗുജറാത്തിലെ സൂറത്ത്. സൂറത്താണ് ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രം. ഗുജറാത്തിലെ സൂറത്ത്. മദ്രാസ്, ചെന്നൈ, കൽക്കത്ത, ബോംബെ. മദ്രാസ് എന്ന് പറയുന്നതാണ് ചെന്നൈ. ഗുജറാത്തിലെ സൂറത്ത്, മദ്രാസ്, കൽക്കത്ത, ബോംബെ. ഓക്കെ. ഇവിടങ്ങളിലൊക്കെയാണ് വാണിജ്യ കേന്ദ്രങ്ങൾ. അതായത് ഗുജറാത്ത് കിടക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെസ്റ്റ് പാർട്ടിലും, സൗത്ത് പാർട്ടില് കിടക്കുന്ന മദ്രാസ്, കൽക്കത്ത, ഈസ്റ്റ് പാർട്ടില് ബോംബെ, ഏകദേശം ഒരു സെന്ററിൽ ഈ ഒരു ഭാഗം. അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെയാണ് വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു മാപ്പ് നോക്കി അറിയാൻ പറ്റും. ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സൂറത്ത്, മദ്രാസ്, കൽക്കത്ത, ബോംബെ. വളരെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളാണ് സൂററ്റ്, കൽക്കത്ത, മദ്രാസ്, ബോംബെ. ഇന്ത്യയുടെ ഏകദേശം ഒരു 3/4 ഭാഗം കണ്ടോ. ഈ ഒരു ഇത്രയും ഭാഗം ആണ് ഇംഗ്ലീഷുകാര് കച്ചവടത്തിന് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. ഇനി അത് കഴിഞ്ഞ് വരുന്നത് ഫ്രഞ്ചുകാരും ഉണ്ട് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷുകാർ വരുന്നു, പിന്നെ ഫ്രഞ്ചുകാർ വരുന്നു.
ഫ്രഞ്ചുകാർ ഏത് വർഷം? 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 സ്ഥാപിച്ചു. അങ്ങനെ ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. ഫ്രഞ്ചുകാരുടെ പ്രധാന കേന്ദ്രം പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ ഇതായിരുന്നു ഫ്രഞ്ചുകാരുടെ പ്രധാന കേന്ദ്രം. അവരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയായിരുന്നു. ഏതൊക്കെയാണ്? മാഹി, പോണ്ടിച്ചേരി, കാരക്കൽ. ഇത്രയാണ് ഫ്രഞ്ചുകാരുടെ കേന്ദ്രങ്ങൾ. കച്ചവടത്തിനായിട്ടുള്ള മത്സരം. യൂറോപ്യൻ രാജ്യങ്ങള് ഇന്ത്യയിൽ കച്ചവടത്തിന് ആധിപത്യം നേടാൻ വേണ്ടിയിട്ട് തമ്മിൽ മത്സരിക്കുകയാണ്. അതിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും പരാജയപ്പെട്ടു. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ആയിരുന്നു മത്സരം. ആരൊക്കെ തമ്മിൽ? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഇവർ തമ്മിൽ നടന്ന ഒരു യുദ്ധത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് പറയുന്നത്. ഈ യുദ്ധത്തില് ആര് പരാജയപ്പെട്ടു? ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയാണ്. ഈ കർണാട്ടിക് എന്ന് പറയുന്നത് എവിടെയാണ്? തമിഴ്നാടിന്റെ ഒരു ഭൂരിഭാഗ പ്രദേശങ്ങൾ ഉൾപ്പെട്ട കർണാട്ടിക് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കച്ചവട ആധിപത്യത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. വാണിജ്യാധിപത്യത്തിലുള്ള മത്സരത്തിൽ നിന്ന് പിന്നെ കമ്പനി അധികാരം നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് മാറുകയാണ്. ഇങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക് വരുന്ന ആദ്യം എവിടെയാണ്? ബംഗാളിലാണ്. കാരണം എന്താ? ബംഗാളില് കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യമൊക്കെ കൂടുതലുണ്ട്. അപ്പൊ ആദ്യം അധികാരം സ്ഥാപിക്കേണ്ടത് ബംഗാളിലാണെന്ന് അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി 1757 നവാബായിരുന്ന ബംഗാളിലെ നവാബ് എന്നാണ് അവിടുത്തെ രാജാവിനെ അറിയപ്പെടുന്നത്. നവാബ് എന്നാണ്. നവാബാണ് സിറാജുദ്ദൗള. നമുക്ക് പേരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കണം. കാരണം ബംഗാളിലെ പ്ലാസി യുദ്ധത്തില് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് സിറാജുദ്ദൗളേനാണ്. പ്ലാസി യുദ്ധം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. കാരണം ഇംഗ്ലീഷുകാര് ഇന്ത്യയില് അധികാരം സ്ഥാപിക്കുന്നത് പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അപ്പോൾ 1757 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തുകയാണ്. ഏത് യുദ്ധം? പ്ലാസി യുദ്ധം. പ്ലാസി എന്ന് പറഞ്ഞ സ്ഥലത്താണ് യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് ഇത് പ്ലാസി യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബംഗാളിൽ അധികാരം സ്ഥാപിച്ച പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് പ്ലാസി യുദ്ധം. അതുപോലെ ബക്സാർ യുദ്ധവും നടക്കുകയുണ്ടായി. ബക്സാർ യുദ്ധവും വിജയിച്ചു. ആര് വിജയിച്ചു? കമ്പനി വിജയിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിക്കുകയാണ്. അങ്ങനെ ബംഗാള് കമ്പനിയുടെ കീഴിലാവുകയാണ്. 1764 ബക്സാർ യുദ്ധം. കാലഗണന ഘട്ടം കറക്റ്റായിട്ട് ഓർത്തു വെക്കണം. അതിങ്ങനെ ഓർഡറിൽ ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ പ്ലാസി യുദ്ധം കഴിഞ്ഞാണ് ബക്സാർ യുദ്ധം ഉണ്ടാകുന്നത്. പ്ലാസി യുദ്ധത്തില് സിറാജുദ്ദൗളേനെയാണ് പരാജയപ്പെടുത്തുന്നത്. ആര്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1764 ബക്സാർ യുദ്ധവും എന്താണ്? കമ്പനി വിജയിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു സംഭവം എന്താ. ഇവിടെ ചതിയിലൂടെയാണ് നമ്മള് ബംഗാള് ഇംഗ്ലീഷുകാർക്ക് കിട്ടണത്. ചതി നടത്തിയാണ്. സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്നു മിർജാഫർ. ആരാണ്? മിർജാഫർ. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? റോബർട്ട് ക്ലൈവ്, ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവുമായി ചേർന്ന രഹസ്യധാരണയിലൂടെ പ്ലാസി യുദ്ധത്തില് നമ്മുടെ സിറാജുദ്ദൗളനെ, നവാബിനെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാര് വിജയിച്ചത്. എന്നാൽ ബക്സാറിലെ സൈനിക ശക്തിയുടെ വിജയമായിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു?
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഷാ ആലം സെക്കൻഡ്, ഷാ ആലം രണ്ടാമൻ മുഗൾ ചക്രവർത്തിയാണ്. ഷുജാ ഉദ് ദൗള അവധിലെ നവാബാണ്. മിർ കാസിം മുൻ ബംഗാൾ നവാബുമാണ്. ഇവര് മൂന്നും ചേർന്ന സംയുക്ത സഖ്യത്തെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ റോബർട്ട് ക്ലൈവ് തോൽപ്പിക്കുന്നത്. അങ്ങനെ അധികാരം അവരുടെ കയ്യിലെത്താണ്. വർഷം 1757 പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധമാണ് ഇവരെ അധികാരത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തുന്നത്. അധികാരം കിട്ടുന്നത് ആദ്യം എവിടെയാണ്? പ്ലാസി യുദ്ധത്തിലൂടെ ബംഗാളിലാണ്. വർഷം 1757. അതുപോലെ 1857 ഒരക്ഷരം മാറി അല്ലെ. 1857 എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതിലൂടെയാണ് ഈ പിടിച്ചെടുത്ത അധികാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നഷ്ടപ്പെടുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതിനെ തുടർന്നാണ് ക്യൂൻ പ്രൊക്ലമേഷൻ 1858 ഉണ്ടാവുന്നത്. അങ്ങനെ അവിടെ ഭരണം ഡയറക്റ്റ് ഏറ്റെടുക്കുന്നത് അല്ലെ. കമ്പനിയിൽ നിന്നും ആ ഒരു അധികാരം നഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വർഷം ഓർത്ത് വയ്ക്കുക. 1757 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അധികാരം കിട്ടുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടത്തുന്നു. കഴിഞ്ഞ 58 ആകുമ്പോഴേക്കും എന്തുണ്ടാവുന്നു? അധികാരം നഷ്ടപ്പെടുന്നു. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെ അധികാരം കിട്ടുകയാണ്. അധികാരം പിന്നീട് എന്ത് ചെയ്യുന്നു? വ്യാപിപ്പിക്കുകയാണ്. അവർ പിന്നീട് മൈസൂരിലേക്കാണ് തിരിഞ്ഞത്. മൈസൂര് ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു പ്രദേശമാണ് മൈസൂര്. മൈസൂർ അന്ന് ഭരിച്ചിരുന്ന ആരൊക്കെയാണ്? ഹൈദർ അലി, ടിപ്പു സുൽത്താൻ. മൈസൂരിന്റെ ആധിപത്യം അവിടെ മലബാർ വരെ വ്യാപിച്ചിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തെ തടസ്സപ്പെടുത്തി. അതുപോലെ ഫ്രഞ്ചുകാരുമായിട്ട് ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ആരും? നമ്മുടെ ടിപ്പു സുൽത്താൻ. കോട്ട കണ്ടല്ല, ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിക്കുകയാണ് ഉണ്ടായി. ഈ മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലാവാണ്. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. 4 യുദ്ധങ്ങൾ നടത്തി. 3ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുകയാണ്. 4ാമത്തെ യുദ്ധത്തിലാണ് പരാജയപ്പെടുത്തുന്നത്, ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുന്നത്. 3 മൈസൂർ യുദ്ധങ്ങൾക്ക് ശേഷം ഒരു ശ്രീരംഗപട്ടണം ഉടമ്പടി വെക്കുകയാണ്. ആ ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെയാണ് എന്തുണ്ടാവുന്നത്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. ഓക്കെ. അപ്പൊ ആദ്യം നമ്മള് പറഞ്ഞു ബംഗാള് കീഴടക്കി കഴിഞ്ഞു. പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും കഴിഞ്ഞ് ബംഗാള് കീഴടക്കി. പിന്നീട് വന്നത് മൈസൂരിലേക്കാണ്. മൈസൂരില് ടിപ്പു സുൽത്താനെയും ഹൈദരാലിനെയൊക്കെ തോൽപ്പിച്ച് ശ്രീരംഗപട്ടണ ഉടമ്പടി വെച്ച് മലബാർ സ്വന്തമാക്കുന്നു. അധികാരം വീണ്ടും വ്യാപിച്ചു. ഇനി പിന്നീട് പോയത് മറാത്തയിലേക്കാണ്. മറാത്ത പ്രദേശക്കാർ. ഈ മറാത്തീസ് ബ്രിട്ടീഷുകാർക്ക് എതിരെ നിൽക്കുകയായിരുന്നു. അവരുടെ പരുത്തി കച്ചവടമൊക്കെ തടസ്സമായി. അങ്ങനെയാണ് മറാത്ത പ്രദേശം കീഴടക്കാൻ ബ്രിട്ടീഷുകാര് ശ്രമിക്കുന്നത്. അങ്ങനെ മറാത്ത കീഴടക്കുന്നു. സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും കീഴടക്കുന്നു. ഇതൊക്കെ സൈനിക ശക്തിയിലൂടെ കീഴടക്കുന്നുണ്ട്. അതല്ലാതെ കീഴടക്കിയ രീതിയുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയും പരിധിയിലാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയും. വെല്ലസ്ലി പ്രഭു ആരാണ്? വെല്ലസ്ലി പ്രഭു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വെല്ലസ്ലി പ്രഭു ആരാണ്? അദ്ദേഹം നടപ്പിലാക്കിയതാണ് സൈനിക സഹായ വ്യവസ്ഥ. വെല്ലസ്ലി പ്രഭു ഗവർണർ ആയിരുന്നപ്പോ നടപ്പിലാക്കിയതാണ് സൈനിക സഹായ വ്യവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നാട്ടുരാജ്യങ്ങളും ഓരോ സൈന്യത്തെ, ബ്രിട്ടീഷ് സൈന്യത്തെ അവരുടെ രാജ്യത്ത് നിലനിർത്തണം. അപ്പൊ മറ്റു നാട്ടുരാജ്യങ്ങളെ ആക്രമിക്കാതിരിക്കാനെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് പാവം നാട്ടുരാജാക്കന്മാരെ ഇതുപോലെയുള്ള സൈന്യത്തെ എന്ത് ചെയ്യും? അവരുടെ നാട്ടുരാജ്യത്ത് നിലനിർത്തേണ്ടി വരും. അങ്ങനെ നിലനിർത്തുമ്പോൾ അവരുടെ എല്ലാ ചെലവുകളും അതുപോലെ ആ രാജ്യത്തിലെ
നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും, ചുരുക്കി പറഞ്ഞ ആ രാജ്യം ഭരിക്കാനും ഈ ഒരു സൈന്യത്തിന് അല്ലെങ്കിൽ കമ്പനിക്ക് അധികാരം കിട്ടുകയാണ് ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥയിലൂടെ കിട്ടുന്നത്. ആരാണ് നടപ്പിലാക്കിയത്? വെല്ലസ്ലി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭുവാണ്. ഓക്കെ. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയതാണ് ദത്തവകാശ നിരോധന നിയമം. ഡോക്ടർ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നതാണ്. ഇതും നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കാൻ പ്രധാന പങ്ക് വഹിച്ചു. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്ത് എടുത്തിട്ടുള്ള കുട്ടിക്ക് രാജ്യത്തിന്റെ അവകാശം ലഭിക്കില്ല. രാജാവ് അല്ലെങ്കിൽ രാജാവ് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള അവകാശം ദത്തെടുത്ത കുട്ടിയാണെങ്കിൽ അവർക്ക് അവകാശമില്ല. ആ അവകാശം ആർക്കും കമ്പനി ഏറ്റെടുക്കുക ആ രാജ്യത്തിന്റെ ഭരണം. അങ്ങനെ ദത്തവകാശ നിരോധന നിയമവും പല നാട്ടുരാജ്യങ്ങളും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാവാൻ കാരണമായി. ഏതൊക്കെ രാജ്യങ്ങളാ? സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഏതൊക്കെയാ? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ഈ രാജ്യങ്ങളൊക്കെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ്. അതുപോലെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ സാമ്പൽപൂര്, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഏതൊക്കെ? സാമ്പൽപൂര്, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. ഇതില് ഝാൻസിയൊക്കെ പിടിച്ചെടുത്തപ്പോഴാണ് ഝാൻസി റാണി സമരവുമായി യുദ്ധവുമായിട്ട് മുന്നോട്ട് വരുന്നത്. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ ഭരണം ആരുടെ കയ്യിലായിരുന്നു? കമ്പനിയുടെ കയ്യിലായിരുന്നു. അതുപോലെ പുരുഷാനന്തരാവകാശം ഇല്ലാത്ത നാട്ടുരാജ്യങ്ങളിൽ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞല്ലോ, അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. എന്നാൽ ഡൽഹൌസി നടപ്പിലാക്കിയുള്ള ദത്തവകാശ നിരോധന നിയമം രാജാക്കന്മാരെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. അങ്ങനെ ആ രാജ്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ പല തന്ത്രങ്ങളും ഉപയോഗിച്ചാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തെ പല ഭാഗങ്ങളും പല നാട്ടുരാജ്യങ്ങളും കീഴടക്കുന്നത്. അപ്പൊ 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായി. കമ്പനി അധികാരത്തിലേക്ക് യുദ്ധങ്ങൾ വഴിയും നിയമനിർമ്മാണം വഴിയും. യുദ്ധങ്ങൾ ഏതൊക്കെയാ? പ്ലാസി, ബക്സാർ യുദ്ധങ്ങള് ബംഗാൾ കീഴടക്കുന്നു. മൈസൂർ യുദ്ധം, മലബാർ, കൂർഗ്. മറാത്ത യുദ്ധങ്ങൾ മറാത്ത കീഴടക്കുന്നു. ഓക്കെ. നിയമനിർമ്മാണം വഴി സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ. ദത്തവകാശ നിരോധന നിയമം ഝാൻസി, സത്താറ, നാഗ്പൂർ. ഈ കീഴടക്കിയ എല്ലാ പ്രദേശത്തും ഒരു ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് അധികാരത്തിലേക്ക് വന്നത് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ്. അത് വളരെ ചുരുക്കിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഏതൊക്കെയാ? വാസ്കോ ഡ ഗാമ കോഴിക്കോട് എത്തി ആണല്ലോ. വാസ്കോ ഡ ഗാമ കോഴിക്കോട് എത്തി. ഡച്ചുകാര് ഇന്ത്യയിലെ കച്ചവടത്തിനെത്തുന്നു. വാസ്കോ ഡ ഗാമ എത്തി. ഡച്ചുകാര് ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി. കുളച്ചൽ യുദ്ധം, ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തുന്നു. പ്ലാസി യുദ്ധം. ഓക്കെ. വാസ്കോ ഡ ഗാമ കോഴിക്കോടെത്തി. ഡച്ചുകാർ ഇന്ത്യയിൽ കച്ചവടത്തിനെത്തി. കുളച്ചൽ യുദ്ധം, ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പ്ലാസി യുദ്ധം. ഇതാണ് കാലഗണന. ഇതാണ് ആദ്യം നടത്തുക. ഗോവ പോർച്ചുഗീസ്, പോണ്ടിച്ചേരി ഫ്രഞ്ചുകാരുടെ. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു. ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭു. ആരാണ്? ഡൽഹൌസി. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക.
താങ്ക് യു ഫോർ വാച്ചിങ്.